ഹലോ നമസ്കാരം, സൈലം ബേസിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ LDC ഖാദി ബോർഡിൻ്റെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു മെയിൻസ് പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ സുപ്രധാന നിയമങ്ങളിലെ ചോദ്യങ്ങൾ നമ്മളൊന്ന് വിശകലനം ചെയ്യുക. അതുമായിട്ട് ബന്ധപ്പെട്ട കണക്റ്റിംഗ് ഫാക്ടറുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, വീണ്ടും നമ്മൾ പരീക്ഷയ്ക്കായിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ എന്താണ് നമ്മുടെ LDC ബാച്ചുകളിൽ പഠിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ കുട്ടികൾക്കെല്ലാം ഉത്തരം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ നമ്മുടെ സൈലം PSC തുടങ്ങിയിട്ട് ഒരു വർഷം തികയുകയാണ്. അപ്പോൾ ആ ഒരു വർഷം തികയുന്നതിൻ്റെ ആ ഒരു സന്തോഷം നമ്മൾ നിങ്ങളുമായിട്ടും ഷെയർ ചെയ്യുകയാണ്. ഈ വരുന്ന ജൂലൈ 24 മുതൽ ഓഗസ്റ്റ് 14 വരെ നമ്മുടെ സൈലം PSCയുടെ ഏത് ബാച്ചുകളിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക, അതിപ്പോൾ ഓഫ്ലൈൻ ആയിട്ടാണ് ശരി, ഓൺലൈൻ ആയിട്ടാണ് ശരി, നിങ്ങൾ ജോയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടോട് കൂടിയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. 10% ഡിസ്കൗണ്ടോട് കൂടി ജോയിൻ ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടി നിങ്ങൾ സൈലം 10 എന്ന് പറഞ്ഞൊരു കോഡ് നിങ്ങൾ യൂസ് ചെയ്താൽ മതി കേട്ടോ. ഓഫ്ലൈനിൽ മാത്രമല്ല ഓൺലൈനിലും രണ്ടിടത്ത് നിങ്ങൾക്ക് ഒരേപോലെ എന്ത് ചെയ്യാം, 10% ഓഫറിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമ്മുടെ കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. വളരെ കുറച്ച് ഫീസിലാണ് നമ്മൾ ക്ലാസ്സുകളെല്ലാം നമ്മൾ കൊടുക്കുന്നത്. അതിൻ്റെ കൂടുതൽ 10% ഓഫറും കൂടെ നിങ്ങൾക്ക് ലഭിക്കുകയാണ് കേട്ടോ. ഈ അവസരം നിങ്ങൾ ഉടനെ തന്നെ പ്രയോജനപ്രദമാക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. നമ്മൾ വിവിധ കമ്മീഷനുകൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. കേരളത്തിൽ രൂപം ചെയ്തിട്ടുള്ള നിലവിൽ വന്നിട്ടുള്ള കുറച്ച് കമ്മീഷനുകളാണ്. ഈ കമ്മീഷനുകൾ നിലവിൽ വന്നത് ഏത് വർഷമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിട്ടുള്ള ചോദ്യമാണ് നമുക്ക് വന്നിട്ടുള്ളത്. മുമ്പൊക്കെ ഈ ചോദ്യങ്ങൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുള്ളത്, സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിച്ചിട്ട് ഇപ്പോൾ ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ആയിട്ടാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഒരു സൈഡിൽ പട്ടികവർഗ കമ്മീഷൻ, പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ, ന്യൂനപക്ഷ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ എന്നിവയും, ഒരു സൈഡിൽ നമുക്ക് വർഷങ്ങൾ 2013, 96, 98, 2007 എന്നിങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻസിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഉത്തരത്തിലേക്ക് നമുക്ക് പോകാം അല്ലേ. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നോക്കുക. നമ്മുടെ റിവിഷൻ ക്ലാസ്സുകളിലാണെങ്കിലും അല്ലാതെയുള്ള ക്ലാസ്സുകളിലൊക്കെ നമുക്ക് പഠിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും കേരള ഗവേണൻസിൽ നമുക്ക് വിവിധ കമ്മീഷനുകൾ പഠിച്ച സമയത്ത് കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ ആ ഒരു ഫോർമേഷൻ മുതൽ, ഹരിജന കമ്മീഷൻ്റെ ഫോർമേഷൻ മുതൽ പട്ടികജാതി വികസന വകുപ്പിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ്, കൃത്താടസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാനം നമ്മൾ വന്ന് ഇപ്പോൾ കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ 2007 നിലവിൽ വന്നത് എന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്നാ നിലവിൽ വന്നത് 2007. 2007 ഏതാ ഓപ്ഷൻ കിടക്കുന്നത്? D ആണ്. അപ്പോൾ ഒന്നിന്റെ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, D എഴുതാം. ഇനി നിങ്ങൾ നോക്കിയേ, നമ്മൾ ഇങ്ങോട്ട് നോക്കിയേ, നമുക്ക് ഓപ്ഷൻസ് വന്നിരിക്കുന്നത് 1 D വരുന്ന എത്ര ഓപ്ഷൻസ് ഉണ്ട്? 1 D വരുന്ന 2 ഓപ്ഷൻസ് ആണ്. എയും ഉണ്ട് ഡിയും ഉണ്ട് അല്ലേ. ബാക്കി ഓപ്ഷൻസ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുകയാണ്. എലിമിനേഷൻ മെത്തേഡിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് നമ്മൾ ചെല്ലാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി ന്യൂനപക്ഷ കമ്മീഷൻ, അത് നമുക്കറിയാം. ന്യൂനപക്ഷ കമ്മീഷൻ 2013 ഗവർണറുടെ ഓർഡിനൻസ് പ്രകാരമാണ് നിലവിൽ വന്നത് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, അറിയാവുന്നതാണ്. പക്ഷെ ന്യൂനപക്ഷ കമ്മീഷൻ നിയമം നിലവിൽ വന്ന എന്നായിരുന്നു, 2014 എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, അറിയാവുന്നതാണ് അല്ലെ. അപ്പൊ ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഏതാണ് ഓപ്ഷൻ? 2013 ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ്. നോക്കണേ, അല്ലാതെ തന്നെ നിങ്ങൾ നോക്കിയേ, ഇവിടെ എയും ഡിയും നോക്കുകയാണെങ്കിൽ 1 ഡിയും 2 എയുമാണ് അല്ലെ. നമ്മൾ അവിടെ നിന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് നമുക്ക് എത്താവുന്ന ഒരു ഇതുണ്ട് അല്ലെ. രണ്ടാമത്തെ നമ്മൾ നോക്കേണ്ട കാര്യം തന്നെ 2 സെയിം ആയിട്ട് കിടക്കുന്നുണ്ട് അല്ലെ. ഇനി നമുക്ക് 3ഉം 4മത്തെയാണ് നമുക്ക് നോക്കേണ്ടത് അല്ലെ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് എന്നുള്ളതും സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് എന്നും, ഇത് രണ്ടും നമുക്ക് എന്താണ്, പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ തന്നെയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് നമുക്കറിയാം എന്നാണ് നിലവിൽ വന്നത്, 1998 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ 1996 ആര് നിലവിൽ വരുന്നത്? സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നത്. അപ്പൊ സിയും ഡിയുമാണ്. അപ്പൊ DACB എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം. അപ്പൊ നോക്കണേ, DACB ഉത്തരം നമുക്ക് ഏത് പറയാം? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം കേട്ടോ. നമുക്ക് എലിമിനേഷൻ മെത്തേഡിലൂടെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉത്തരത്തിലേക്ക് നമുക്ക് ഇതേപോലുള്ള ചോദ്യങ്ങൾ ഇനി വരുന്ന പരീക്ഷകൾക്ക് നമുക്ക് ചോദിക്കാം കേട്ടോ. നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച, ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഓർഡിനൻസ്, കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഓർഡിനൻസ് 2013 പ്രകാരമാണ് നിലവിൽ വരുന്നത്. ഓർഡിനൻസ് നിലവിൽ വന്നത് 15 മെയ് 2013 നിലവിൽ വന്നിട്ടുള്ളത്. പക്ഷെ നമ്മുടെ കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നത് 2014 നമ്മൾ എന്ത് ചെയ്ത് കമ്മീഷൻ നിലവിൽ വരുന്നത്. സോറി, കമ്മീഷൻ അല്ല, നിയമം, ഓർഡിനൻസിന്റെ നമ്മുടെ ഈ പറയുന്ന ന്യൂനപക്ഷ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് എന്നാണ്, 2014. പക്ഷെ ഓർഡിനൻസിലൂടെ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് എന്നായിരുന്നു? അത് 15 മെയ് 2013 നിലവിൽ വന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ആ ഗവർണറുടെയും പ്രസിഡന്റിന്റെയും ഓർഡിനൻസിന്റെ ആർട്ടിക്കിളുകൾ നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിരിക്കുന്നതാണ്. പ്രസിഡന്റ് ഓർഡിനൻസ് കൊണ്ടുവരുന്നത് 123, ഗവർണർ കൊണ്ടുവരുന്നത്
വരുന്നത് 213 പ്രകാരമാണ് അല്ലേ. അതുപോലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ സംസ്ഥാനത്ത് 2007 നിലവിൽ വരുന്ന ആസ്ഥാനം അയ്യങ്കാളി ഭവനാണ്. നിലവിലെ ചെയർമാൻ മാവോജിയാണ്. അംഗങ്ങളായിട്ട് അഡ്വക്കേറ്റ് സിജ PJ അജയ്കുമാറും ഉണ്ട്. മെമ്പർ സെക്രട്ടറി ആയിട്ട് വിശ്വനാഥ് സിൻഹ IAS ഉണ്ട്. 3 അംഗങ്ങളാണ് നമുക്കുള്ളത് അല്ലെ. എവിടെയാണ്? പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിൽ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മുടെ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 14/3/1996 നമ്മുടെ AK ആന്റണി എന്താണ് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് നിലവിൽ വന്നത് അല്ലേ. പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്, പരീക്ഷയ്ക്ക് നമുക്ക് വന്നിട്ടുള്ളത് തന്നെയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യും? വരുന്നത് തന്നെയായിരിക്കും. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് വരാവുന്നതൊക്കെയാണ് അല്ലേ. ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരി ആയിരുന്നു എന്നുള്ള കാര്യവും നമുക്ക് എന്ത് ചെയ്യാം? അറിയാവുന്നതാണ്. ഇനി നമുക്ക് തന്നെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. PSCയുടെ വളരെ ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് വിവരാവകാശ കമ്മീഷൻ. നമുക്കറിയാം വിവരാവകാശ നിയമം നമുക്കില്ലാത്ത ഒരു ചോദ്യം നമുക്ക് PSCയിൽ എന്നാൽ വളരെ വിരളമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ അല്ലേ. അതേപോലെ നമ്മുടെ ചോദ്യം എന്ന് പറയാം 2005 വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് എത്രയാണ് ഫീസ് അടയ്ക്കേണ്ടത് എന്നുള്ളത്. 50 രൂപ, 20 രൂപ, 10 രൂപ, 5 രൂപ എന്നിങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്കറിയാം ഫീസ് എത്ര രൂപയാണ്? നമുക്ക് 10 രൂപയാണ് നമുക്ക് എന്ത് കൊടുക്കേണ്ടത്? ഫീസായിട്ട് നമുക്ക് കൊടുക്കേണ്ടത് എത്ര രൂപയാണ്? 10 രൂപയാണ്. ദാരിദ്ര്യക്ക് താഴെയുള്ളവർക്ക് ഫീസ് ഇല്ല. ദാരിദ്ര്യക്ക് താഴെയുള്ളവർക്ക് ഫീസ് ഇല്ല അല്ലെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളോട് നമുക്ക് നോക്കാം. വിവരം ലഭിക്കുന്ന അപേക്ഷ കൊടുക്കുന്ന ആർക്കാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്ന അപേക്ഷ കൊടുക്കുന്നത്. ഒരു അപേക്ഷയിലൂടെ ഒന്നിലധികം വിവരങ്ങൾ ലഭിക്കുവാനും എന്ത് ചെയ്യാവുന്നതാണ്? നമുക്ക് ആവശ്യപ്പെടാവുന്നതാണ് അല്ലെ. അപേക്ഷാ ഫോമിൽ ഒട്ടിക്കേണ്ട നമ്മുടെ നമുക്ക് എന്താ ഒരു കോർട്ട് ഫീസ് സ്റ്റാമ്പ് വേണമെങ്കിൽ നമുക്ക് ഒട്ടിക്കാം. അതിന്റെ മൂല്യം എത്രയാണ്? 10 രൂപയാണ്. അപേക്ഷാ ഫീസിന്റെ മൂല്യം എത്ര രൂപ തന്നെയാണ്? 10 രൂപ തന്നെയാണ്. ദാരിദ്ര്യക്ക് താഴെയുള്ളവർക്ക് എന്തില്ല? ഫീസ് ഇല്ല. ഇനി ഇത് കൂടാതെ നമുക്ക് കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ഫീസുകളും കാര്യങ്ങളോട് നമുക്കുണ്ട്. നമുക്ക് A4 A3 സൈസിലാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഒരു പേജിന് 2 രൂപ കൊടുത്തു കൊടുക്കണം. ഇത് പഴയ ഫീസാണ് പറഞ്ഞിരിക്കുന്നത്. വലിയ സൈസിലാണെങ്കിൽ എത്രയാണോ നമുക്ക് ആ വലിയ സൈസിന് ചിലവ് വരും അത്രയും രൂപ നമ്മൾ എന്ത് ചെയ്യണം? ഫീസായിട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ്. ഇനി CD-യിലോ ഫ്ലോപ്പിയിലോ ഒക്കെയാണ് നമുക്ക് വേണമെങ്കിൽ 50 രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി നേരിട്ടൊക്കെ ചെന്നിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ആദ്യത്തെ 1 മണിക്കൂർ നമുക്ക് എന്താണ്? സൗജന്യമാണ്. പിന്നീടുള്ള ഓരോ 30 മിനിറ്റ് നമ്മൾ എത്ര രൂപ വെച്ച് കൊടുക്കണം? 10 രൂപ വെച്ച് നമ്മൾ കൊടുക്കുകയും ചെയ്യണം. ഇത് പഴയ ഫീസ്. പിന്നെ പുതിയ ഫീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിലവിൽ A4 A3 ആണെങ്കിൽ നമുക്ക് ഒരു പേജിന് 3 രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടത്. CD-യിലും ഫ്ലോപ്പിയിലൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപ വെച്ച് നമ്മൾ കൊടുക്കണം? 75 രൂപ വെച്ച് നമ്മൾ CD-യിലും ഫ്ലോപ്പിയിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ 75 രൂപ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കുകയും നമ്മൾ ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഉപഭോക്തൃ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മുടെ ചോദ്യത്തെ പറഞ്ഞിരിക്കുന്നത് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ച് പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഉപഭോക്താവിന് ഓൺലൈനായിട്ട് പരാതി നൽകാം. ആ ഉപഭോക്താവിന് അയാൾ താമസിച്ച സ്ഥലത്ത് പരാതി നൽകാവുന്നതാണ്. ഉപഭോക്താവ് സേവനത്തെ സംബന്ധിച്ച് സാധനത്തെ സംബന്ധിച്ചുള്ള പരാതി 3 വർഷത്തിനുള്ളിൽ നൽകേണ്ടതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നോക്കട്ടെ. ഇതും നമ്മൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. അപ്പൊ നമുക്ക് ഓൺലൈനായിട്ട് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. എങ്ങനെ പരാതി നൽകണം? രേഖാമൂലം പരാതി നൽകണം. ഓഫ്ലൈനായിട്ടോ ഓൺലൈനായിട്ടോ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? പരാതി നൽകാവുന്നതാണ്. അപ്പൊ ആദ്യത്തെ പ്രസ്താവന എന്താണ്? ആദ്യത്തെ പ്രസ്താവന നമുക്ക് എന്താണ്? ശരിയാണ്. അപ്പോൾ 1 വരുന്നത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? എടുത്താൽ മതി അല്ലെ. 1 വരുന്നത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? എടുക്കുന്നുള്ളൂ. C ഒഴിച്ച് ബാക്കി എല്ലാത്തിലും 1 വരുന്നുണ്ട്. അടുത്ത ഉപഭോക്തൃ അയാൾ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകാൻ കഴിയുമോ എന്നുള്ളതാണ്. പരാതി നൽകാൻ കഴിയും. നോക്കണേ, നമ്മളൊരു എക്സാമ്പിളൊക്കെ വെച്ചാണ് നമ്മൾ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതല്ലേ. നമ്മൾ എന്താണ് കുളു മണാലിയിലേക്ക് ടൂർ പോകുന്ന കാര്യവും ഗിഫ്റ്റ് വാങ്ങുന്ന കാര്യമൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ. തിരിച്ച് കേരളത്തിൽ വരുമ്പോഴാണ് ഗിഫ്റ്റ് തുറന്നു നോക്കുന്നത്. അപ്പോൾ അത് കേടായ സാധനമായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത് അല്ലേ. ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2019 ഭേദഗതിയിൽ ഒക്കെ പറയുന്ന സമയത്ത് പുതുതായിട്ട് കൂട്ടിച്ചേർത്ത കാര്യങ്ങൾ പറഞ്ഞ സമയത്താണ് ഇങ്ങനെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പൊ നമുക്ക് നോക്കണേ, 2019 ഭേദഗതി നിയമം പ്രകാരം നമ്മൾ ഇന്ത്യയിൽ എവിടെ നിന്നൊരു സാധനം വാങ്ങിക്കോട്ടെ, അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് അത് നമ്മൾ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന എവിടെയാണോ അതിന്റെ പരിധിയിലുള്ള ഉപഭോക്തൃ കോടതിയിലോ, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്നത് എവിടെയാണോ അതിന്റെ പരിധിയിലുള്ള ഉപഭോക്തൃ കോടതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? കേസ് കൊടുക്കാമെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. അപ്പൊ 1ഉം 2ഉം നമുക്ക് എന്താണ്? ശരിയാണ്. 1ഉം 2ഉം ശരിയാണ്. നമുക്ക് എല്ലാം ശരിയാണ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ടോ? ഓപ്ഷൻ നമുക്ക് വരുന്നില്ല. 1ഉം 2ഉം ശരിയാണ്. ഏതാണ് വരുന്നത്? മൂന്നാമത്തതാണ്. B ആണ് നമുക്ക്. അപ്പൊ B ആണ് നമ്മുടെ ഉത്തരം. ഇനി അടുത്ത നോക്കണം. ഇത് നമുക്ക് തെറ്റാണ് എന്ന് നമുക്ക് പറയാം. 3 വർഷത്തിനുള്ളിലാണ് നൽകേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണോടെ? അത് തെറ്റാണ് അല്ലെ. എത്ര വർഷമാണ്? 2 വർഷമാണ്. നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പരാതി ഫയൽ ചെയ്യുന്നുള്ള സമയപരിധി എന്ന് പറഞ്ഞ്
നമ്മൾ പഠിച്ച കാര്യമാണ്. നടപടിയുടെ കാരണമുണ്ടായ തീയതി മുതൽ 2 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യണം? പരാതി ഫയൽ ചെയ്യണം. സേവനത്തിൽ കുറവോ ചരക്കുകൾ അപാകതയോ ഉണ്ടായ അല്ലെങ്കിൽ കണ്ടെത്തിയ ദിവസം മുതലാണ് നമ്മൾ 2 വർഷം കണക്കാക്കുന്നത്. പരാതി ഫയൽ ചെയ്യാനുള്ള പരമാവധി സമയപരിധിയും എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. എത്ര തന്നെയാണ്? 2 വർഷം. ഒരു സാധനമോ സേവനമോ വാങ്ങി അതിനൊരു കോട്ടം ഉണ്ടാകുന്നത്, പരാതി ഉണ്ടാകുന്നത് എന്ന് മുതലാണ്? അന്ന് മുതൽ 2 വർഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണക്കാക്കുക. 2 വർഷമാണ്. 2 വർഷം. അപ്പൊ നമ്മുടെ തൊട്ട് മുമ്പത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് വെച്ചാൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇനി നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഗാർഹിക പീഡന നിയമത്തിലെ 9ാമത്തെ വകുപ്പ് പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലയിൽ പെടാത്തത് ഏത് എന്നുള്ളത് നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു. റിവിഷൻ ക്ലാസ്സുകളിലും എല്ലാം നമ്മൾ പഠിച്ച ഒരു കാര്യമാണ്. ഇതിന്റെ ചോദ്യങ്ങൾ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുള്ളതായിരുന്നു. നമുക്ക് നോക്കാം. ഷെൽട്ടർ ഹോമുകളുടെ ഡയറക്ടറി തയ്യാറാക്കുക, ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സാമ്പത്തിക സഹായത്തിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുക, ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് വൈദ്യസഹായം നൽകുക, ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സൗജന്യ നിയമസഹായം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലയെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? 9ാമത്തെ വകുപ്പാണ് അല്ലെ. ഈ പ്രൊട്ടക്ഷൻ ഓഫീസറുടെ പ്രധാനപ്പെട്ട ചുമതല എന്തുവാണ്? നമ്മൾ ഈ ഗാർഹിക പീഡന നിരോധന നിയമവുമായി ബന്ധപ്പെട്ട കേസുകളിൽ നടത്തിപ്പിന് വേണ്ടിയിട്ട് മജിസ്ട്രേറ്റിനെ സഹായിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് അല്ലെ. ഇനി പരാതിക്കാരിയുടെ പരാതിക്കാരുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് DIR തയ്യാറാക്കുക എന്നുള്ളത്. പരാതിക്കാരി അല്ലെങ്കിൽ നമ്മൾ ഗാർഹിക ഇരയായിരിക്കുന്ന സ്ത്രീ ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ അല്ലാത്തയോ പക്ഷം എന്ത് ചെയ്യുക? പരാതിക്കാരിക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യസഹായം, താമസ സൗകര്യം, അതായത് ഷെൽട്ടർ ഹോമുകളുടെ സൗകര്യം അല്ലെ, കേസ് രജിസ്റ്റർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ, സാമ്പത്തിക സഹായം ലഭ്യമാക്കാനുള്ള കാര്യങ്ങൾ, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ എന്ത് ചെയ്യുക? നൽകുക എന്നുള്ളതാണ്. സേവനദാതാക്കളുടെ സേവനം ഉണ്ട് എന്നുള്ളതും അവരുടെ സേവനങ്ങൾ എന്ത് ചെയ്യുക? ലഭ്യമാക്കുക എന്നുള്ളതും നമ്മുടെ പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലകളിൽ വരുന്ന ഒരു കാര്യമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അല്ലെ. ഇനി സൗജന്യ നിയമസഹായത്തിനുള്ള അവകാശമുണ്ട് എന്നുള്ളതും വേണമെങ്കിൽ IPC 498A പ്രകാരം കേസ് കൊടുക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളതും എന്ത് അറിയിക്കുക. ഈ സൗജന്യ നിയമസഹായം ലഭ്യമാക്കാനുള്ള കാര്യങ്ങളും മറ്റുമൊക്കെ എന്ത് ചെയ്യുക? ചെയ്തു കൊടുക്കുക എന്നുള്ളത് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ഈ പറയുന്ന സംരക്ഷണ ഉദ്യോഗസ്ഥന്റെ ചുമതലയിൽ വരുന്ന കാര്യമാണ് എന്ന് നമുക്കറിയാവുന്നതാണ് അല്ലെ. അപ്പൊ നോക്ക്, ഈ അതേപോലെ തന്നെ ഒരു ജില്ലയിലുള്ള എന്താണ് ഈ പറയുന്ന നമ്മുടെ സേവനദാതാക്കളായിക്കോട്ടെ, ഷെൽട്ടർ ഹോമുകളായിക്കോട്ടെ, ഇവരുടെ എല്ലാവരുടെയും ഒരു ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെ. അതാണ് നമ്മൾ ഡയറക്ടറി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് ഡയറക്ടർ തയ്യാറാക്കുക അല്ലെ. എവിടേക്കാണ് നമുക്ക് സേവനദാതാക്കളുള്ളത്, എവിടേക്കാണ് ഷെൽട്ടർ ഹോമുകൾ എന്നുള്ളവർ അവരുടെ അഡ്രസ്സും ലൊക്കേഷനും കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസ് സഹിതം എന്ത് ചെയ്യുക? ഒരു ഡയറക്ടർ തയ്യാറാക്കുക, ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക എന്നുള്ളതും ആരുടെ ചുമതലയിൽ വരുന്നതാണ്? പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലയിൽ വരുന്നതാണ്. അപ്പോൾ 1ാമത്തത് ചുമതലയിൽ വരുന്നതാണ് എന്ന് നമുക്ക് പറയാം. ഇനി 2, ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സാമ്പത്തിക സഹായത്തിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുക. ഉത്തരവ് പുറപ്പെടുവിക്കാൻ പറ്റൂടെ? ഇല്ല. ഉത്തരവ് പുറപ്പെടുവിക്കുന്ന ആരാണ്? മജിസ്ട്രേറ്റ് ആണ് പുറപ്പെടുവിക്കുന്നത് അല്ലേ. അപ്പം ബി നമുക്ക് എന്താണ്? തെറ്റായിട്ടുള്ളതാണ്. ഇരയായവർക്ക് വൈദ്യസഹായം നൽകുവോടെ? നൽകാറുണ്ട് അല്ലെ. ഇപ്പൊ പരാതിക്കാരി നേരിട്ട് പറയുകയോ അല്ലെങ്കിൽ പരാതിക്കാരിക്ക് വേണ്ടിയിട്ടോ എന്ത് ചെയ്യാവുന്നതാണ്? ഒരു മെഡിക്കൽ ഓഫീസറുടെ അടുത്ത് പരാതിക്കാരിക്ക് ഇരയായ സ്ത്രീക്ക് എന്ത് ചെയ്യാം? വൈദ്യസഹായം നൽകാനായിട്ട് അത് ലഭ്യമാക്കാനും എന്ത് ചെയ്യാം? പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് നടപടികൾ എടുക്കാം. അപ്പൊ 3ാമത്തത് എന്താണ്? ചുമതലയിൽ വരുന്നതാണ് സി. ഇരയായവർക്ക് സൗജന്യ നിയമസഹായം ഉറപ്പുവരുത്തുന്നുണ്ട് അല്ലെ. നിയമസഹായത്തിന് അവകാശമുണ്ട് എന്നുള്ളത്, സൗജന്യ നിയമസഹായം ലഭിക്കാനുള്ള കാര്യങ്ങളെല്ലാം ആര് ചെയ്തു കൊടുക്കാറുണ്ട്? പ്രൊട്ടക്ഷൻ ഓഫീസർ ചെയ്തു കൊടുക്കുക. അപ്പൊ ഡിയും നമുക്ക് ഉത്തരമാണ്. ചോദ്യം എന്ന് പറയുന്നത് ഏതാണ്? ചുമതലയിൽ പെടാത്തത് ഏതാണ്? ബി ആണ് ചുമതലയിൽ വരാത്തത്. ബി ആണ്. ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ കൃത്യമായി പഠിച്ച കാര്യമാണ്. പ്രൊട്ടക്ഷൻ ഓഫീസറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഏതാണ്? 8ാമത്തെ വകുപ്പിലാണ് നിയമനമായിട്ട് പറയുന്നത്. ഓരോ ജില്ലയിലും അല്ലെ സംസ്ഥാന സർക്കാർക്ക് എന്ത് ചെയ്യാം? പ്രൊട്ടക്ഷൻ ഓഫീസർമാർ ആവശ്യമുള്ള അത്രയും പ്രൊട്ടക്ഷൻ ഓഫീസർമാരെ നിയമിക്കാവുന്നതാണ്. കഴിവതും പ്രൊട്ടക്ഷൻ ഓഫീസർമാർ വനിതകളായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൊട്ടക്ഷൻ ഓഫീസറുടെ യോഗ്യതയും നമ്മൾ പറഞ്ഞു. സംസ്ഥാന ഓഫീസർ, സർക്കാർ ഉദ്യോഗസ്ഥരോ സന്നദ്ധ സംഘടനാ പ്രതിനിധികളോ ആകാം അല്ലെ. കഴിവതും ആർക്ക് മുൻഗണന നൽകണം? വനിതകൾക്ക് മുൻഗണന നൽകേണ്ടതാണ്. സാമൂഹ്യ രംഗത്ത് കുറഞ്ഞത് 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അവരുടെ കുറഞ്ഞ കാലാവധി എത്ര വർഷമായിരിക്കും? 3 വർഷമായിരിക്കും എന്നും പറയുന്നുണ്ട്. ചുമതലകൾ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് എന്ന്. 9ാമതാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് മജിസ്ട്രേറ്റിനെ സഹായിക്കുക. ആഗ്രഹിക്കുന്നുവെങ്കിൽ പരാതി തയ്യാറാക്കുന്നത് സഹായിക്കുക. ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് തയ്യാറാക്കുകയും അത് ബന്ധപ്പെട്ട മജിസ്ട്രേറ്റിനും പകർപ്പ് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥനും സർവീസ് പ്രൊവൈഡർക്ക് നൽകുക എന്നുള്ളതും എന്താണ്? നമ്മുടെ പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലയിൽ വരുന്നതാണ്. പ്രൊട്ടക്ഷൻ ഉത്തരവ് ലഭിക്കുന്നതിന് പരാതിക്കാരുടെ ആവശ്യപ്രകാരം നിർദ്ദിഷ്ട ഫോറത്തിൽ അപേക്ഷ തയ്യാറാക്കി എന്ത് ചെയ്യുന്നു? മജിസ്ട്രേറ്റിന് നൽകുന്നു അല്ലെ. അതായത് മജിസ്ട്രേറ്റിന് പരാതി കൊടുക്കുന്നതിന് വേണ്ടി ഫോമിൽ എന്ത് ചെയ്യുന്നു? അത് തയ്യാറാക്കിയിട്ട് പരാതിക്കാരികൾ തയ്യാറാക്കിയിട്ട് നൽകുകയും ചെയ്യുന്നുണ്ട്. സൗജന്യ നിയമസഹായം ലഭിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളതും സൗജന്യ നിയമസഹായം
ലഭിക്കുന്നുണ്ട് എന്നും എന്ത് ചെയ്യുന്നു, ഉറപ്പുവരുത്തുന്നു അല്ലേ. പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ആ ഒരു പരിധിയിൽ വരുന്ന സർവീസ് പ്രൊവൈഡർ, കൗൺസിലിംഗ് സേവനങ്ങൾ, ഷെൽട്ടർ ഹോമുകൾ, ആരോഗ്യ സമയം എന്നിവയിലെല്ലാം ഒരു ഡയറക്ടറി തയ്യാറാക്കി എന്ത് ചെയ്യുന്നു, സൂക്ഷിക്കുക. ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ അല്ലേ നമുക്ക് അവിടെ വന്നിരിക്കുന്നത് അല്ലേ, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് വന്നിട്ടുള്ളതും അല്ലേ. ഇനി പരാതിക്കാരി ആവശ്യപ്പെടുകയാണ് എന്നുണ്ടെങ്കിലോ അല്ലെങ്കിലോ അവർക്ക് ഷെൽട്ടർ ഹോമുകളിലും മറ്റും എന്ത് ചെയ്യുന്നു, താമസ സൗകര്യം എന്ത് ചെയ്യുന്നു, ഏർപ്പാട് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് ബന്ധപ്പെട്ട മജിസ്ട്രേറ്റിനെയും പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ശാരീരിക ക്ഷതം ഏറ്റിട്ടുണ്ടെങ്കിൽ വൈദ്യപരിശോധനയ്ക്ക് അവരെ വിധേയമാക്കാം. വൈദ്യപരിശോധന റിപ്പോർട്ട് എന്ത് ചെയ്യുന്നു, ഗാർഹിക അതിക്രമം നടന്നു എന്ന് കരുതപ്പെടുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനും മജിസ്ട്രേറ്റിനും എന്ത് ചെയ്യാറുണ്ട്, നൽകാറുണ്ട്. ഉത്തരവായിട്ടുള്ള സാമ്പത്തിക സഹായം ലഭ്യമായി എന്ന് എന്ത് ചെയ്യുന്നു, ഉറപ്പുവരുത്തുന്നു. സാമ്പത്തിക സഹായം ലഭിച്ചു എന്നാണ് ഉറപ്പ്. നമ്മുടെ ചോദ്യത്തിൽ എന്താ, സാമ്പത്തിക സഹായത്തിന് ഉത്തരവുകൾ ഇറക്കുന്നു എന്നാണ് പറഞ്ഞത്, അത് തെറ്റാണ്. ഇനി കുട്ടിക്കും അതേപോലെ ഗാർഹിക പീഡന ഇരയായവർക്കും വൈദ്യസഹായം, യാത്രാ സൗകര്യം എന്നിവ എന്ത് ചെയ്യുന്നു, ഉറപ്പുവരുത്തുന്നുണ്ട്, ലഭ്യമാക്കുന്നുണ്ട്. പീഡനത്തിരയായ കുട്ടിക്കും സുരക്ഷിത എത്തുന്നതിന് വേണ്ടിയുള്ള വാഹന സൗകര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ലഭ്യമാക്കുന്നുണ്ട്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഇനി അടുത്ത ചോദ്യം, ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആര് എന്നുള്ള നമ്മുടെ ചോദ്യം. ശരിയായിട്ടുള്ള ഉത്തരവെന്ന് പറയുന്നത് ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. കഴിഞ്ഞ നമ്മുടെ LDCയുടെ പരീക്ഷയ്ക്ക് നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യം നമ്മൾ പറഞ്ഞ സമയത്തും ഇതിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സ് ഒഫീഷ്യോ അംഗങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് എന്തിന്റെ നമ്മുടെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ്, ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അതേപോലെ നമ്മുടെ ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ ആണ് എന്നുണ്ടെങ്കിൽ കിഷോർ മഖ്വാനയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെഡ്യൂൾഡ് ട്രൈബിന്റെ അന്താർ സിംഗ് ആര്യയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വനിതാ കമ്മീഷൻ രേഖാ ശർമ്മയാണെന്നും അതേപോലെ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പ്രിയാങ്ക് അനൂങ്കയാണ് എന്നുള്ളതും അതേപോലെ തന്നെ നമ്മുടെ പിന്നോക്കവർഗ കമ്മീഷന്റെ ഹൻസ്രാജ് ഗംഗ്രാം ആഹിറാണ് എന്നുള്ളതും അതേപോലെ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റിയുടെ ആരാണ് ചീഫ് കമ്മീഷണർ ആയിട്ടിരിക്കുന്നത്, രാജേഷ് അഗർവാൾ ആണ് എന്നുള്ളതും നമ്മൾ പറഞ്ഞിട്ടുള്ള ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണിത് കേട്ടോ. ഇനി അവസാനത്തെ നമ്മുടെ ചോദ്യം, മാതാപിതാക്കളെ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം സംരക്ഷണ നിയമപ്രകാരം മുതിർന്ന പൗരൻ എന്ന നിർവചനത്തിനുള്ളിൽ വരുന്നത് ആര് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. മുതിർന്ന പൗരൻ ഒരുപാട് വട്ടം PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്നാണ്. എത്രയാണ്? 60 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള ആൾക്കാരാണ്. ഓപ്ഷൻ A ആണ് നമ്മുടെ ഉത്തരം. 60 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവരെയാണ് നമ്മൾ മുതിർന്ന പൗരനായിട്ട് കണക്കാക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കണ്ടോ. ക്ലാസ്സിൽ പഠിച്ച സമയത്ത് നമ്മൾ PYQ ആണ് എന്ന് പറഞ്ഞ് തന്നെ ഞാൻ പഠിപ്പിച്ച ഒരു കാര്യമാണ്. റിവിഷൻ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റ്മെന്റ് ആയിട്ടും. അല്ലാതെ 60 വയസ്സോ അതിന് മുകളിലുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും നമുക്ക് എന്താണെന്ന് പറയാം, മുതിർന്ന പൗരനാണ് എന്ന് നമുക്ക് പറയാം. 2H ആണ് മുതിർന്ന പൗരൻ നിർവചനം നൽകുന്നത്. ഇനി 2K എന്തുവാ പറയുന്ന, ക്ഷേമം എന്താണ് എന്നുള്ളത് പറയുന്നു. 2K ക്ഷേമം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുതിർന്ന പൗരന്മാർക്ക് ആവശ്യമായ ആഹാരം, ആരോഗ്യ പരിരക്ഷ, വിനോദ വിശ്രമ കേന്ദ്രങ്ങൾ, മറ്റു സൗകര്യങ്ങൾ എന്നിവയ്ക്ക് വേണ്ടുന്ന ഏർപ്പാടുകൾ തയ്യാറാക്കുന്നു എന്നുള്ളതാണ് ക്ഷേമം. ഓക്കെ, കുട്ടികൾ വളരെ ഇമ്പോർട്ടന്റ്. PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പ് ഒരു വർഷം നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ നമുക്കൊരു ചോദ്യമൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മകനോ മകളോ പൗത്രനോ പൗത്രിയോ ഉൾപ്പെടുന്നു. എന്നാൽ അത് എത്രയാണ്, മൈനർ ഉൾപ്പെടുന്നതല്ലാത്തതാകുന്നു. മൈനർ വരുന്നില്ല, 18 വയസ്സിന് താഴെയുള്ള ആൾക്കാർ വരുന്നില്ല. 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് കുട്ടി എന്നുള്ള നിർവചനത്തുള്ളിൽ വരുന്നത് എന്നോർത്ത്. ഓക്കെ, ബാക്കി നിയമങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് 18 വയസ്സിന് താഴെയാണ് കുട്ടി എന്നുള്ള നിർവചനം പറയുന്നത്. പക്ഷേ ഈ ഒരു നിയമത്തിൽ 18 വയസ്സ് താഴെയുള്ളവർ വരുന്നില്ല, മൈനർ വരുന്നില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. സംരക്ഷണം എന്ന് വെച്ചാൽ ആഹാരത്തിനും വസ്ത്രത്തിനും വസതിക്കും വൈദ്യ ശുശ്രൂഷയ്ക്കും ചികിത്സയ്ക്കും വേണ്ടിയുള്ള ഏർപ്പാടുകൾ ഉൾപ്പെടുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സംരക്ഷണം. ബന്ധുവും പഠിച്ചിരിക്കുക. 2G ആണ് ബന്ധുവിന് നിർവചനം നൽകുന്നത്. കുട്ടികളില്ലാത്ത മുതിർന്ന പൗരന്മാര് മരണശേഷം വ്യക്തിയുടെ സ്വത്ത് കൈവശം വെച്ചിരിക്കുന്ന അനന്തരാവകാശമായി ലഭിച്ചതോ ആയ മൈനർ അല്ലാത്ത, അവിടെയും മൈനർ അല്ലാത്തതാണ്. അത് 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് നിയമപരമായ അവകാശി എന്നാണ് ഇവിടെ ബന്ധു എന്നതുകൊണ്ട് അർത്ഥം ആക്കുന്നത്. ഓക്കെ, ഇതും പഠിച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഈ കുട്ടികളോ ബന്ധുവോ ഒക്കെ ആയിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് ഒരുപക്ഷെ ചോദ്യമായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കണേ. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ഈ കഴിഞ്ഞ LD ഖാദി ബോർഡിന്റെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങളായിട്ടും സിമ്പിൾ ചോദ്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നമുക്കിനി അടുത്ത വരാൻ പോകുന്ന നമ്മൾ വിവിധ ജില്ലകളുടെ LDC പരീക്ഷയ്ക്കും ഇതേപോലെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരത്തുള്ളൂ. നമ്മൾ ക്ലാസ്സുകൾ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ 100% നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. താങ്ക്